ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം തൃതീയസ്കന്ധം ത്രയോദശോധ്യായം 43-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അതുവരെയുള്ള ഭാഗങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ തൃതീയസ്കന്ധേ അഥ ത്രയോദശോധ്യായഃ. ശ്രീശുക ഉവാച നിശമ്യ വാചം വദതോ മുനേഃ പുണ്യതമാം നൃപ ഭൂയ പപ്രച്ഛ കൗരവ്യോ വാസുദേവകഥാധൃതഃ. വിദുര ഉവാച സ വൈ സ്വായംഭുവഃ സമ്രാട് പ്രിയപുത്രസ്വയംഭുവഃ പ്രതിലഭ്യ പ്രിയാം പത്നിം കിം ചകാര തതോ മുനേ. ചരിതം തസ്യ രാജർഷേർ ആദിരാജസ്യ സത്തമാ ബ്രൂഹി മേ ശ്രദ്ധധാനായ വിശ്വക്സേനാശ്രയോ ഹ്യസൗ. ശ്രുതസ്യ പുംസാം സുചിരശ്രമസ്യ നന്വഞ്ജസാ സൂരിഭിരീഡിതോർത്ഥഃ യത്തദ്ഗുണാനുശ്രവണം മുകുന്ദപാദാരവിന്ദം ഹൃദയേഷു യേഷാം. ശ്രീശുക ഉവാച ഇതി ബ്രുവാണം വിതുരം വിനീതം സഹസ്രശീഷ്ണശ്ചരണോപധാനം പ്രഹൃഷ്ടരോമാ ഭഗവത്കഥായാം പ്രണീയമാനോ മുനിരഭ്യജഷ്ട. മൈത്രേയ ഉവാച യദാ സ്വഭാര്യാ സാകം ജാതസ്വായംഭുവോ മനുഃ പ്രാഞ്ജലിഃ പ്രണതശ്ചേദം വേദഗർഭമഭാഷത. ത്വമേകഃ സർവഭൂതാനാം ജന്മകൃദ്വൃത്തിതഃ പിതാ അഥാപി ന പ്രജാനാം തേ ശുശ്രൂഷാ കേന വാ ഭവേത്. തദ്വിധേഹി നമസ്തുഭ്യം കർമ്മസ്വീഡ്യാത്മശക്തിഷു യത്കൃത്വേഹ യശോ വിശ്വക് അമുത്ര ച ഭവേദ്ഗതിഃ. ബ്രഹ്മോവാച പ്രീതസ്തുഭ്യമഹം താതാ സ്വസ്തിസ്താദ്വാം ക്ഷിതീശ്വര യന്നിർവ്യളീകേന ഹൃദാ ശാധിമേത്യാത്മനാർപ്പിതം. ഏതാവത്യാത്മജൈർവീര കാര്യാഹ്യപചിതിർഗുരൗ ശക്ത്യാ പ്രമത്തൈർഗൃഹ്യേത സാദരം ഗതമത്സരൈഃ. സ ത്വമസ്യാം അവത്യാനി സദൃശാന്യാത്മനോ ഗുണൈഃ ഉൽപാദ്യശാസധർമ്മേണ ഗാം യജ്ഞൈഃ പുരുഷം യജ. പരം ശുശ്രൂഷണം മഹ്യം സ്യാത് പ്രജാരക്ഷയാ നൃപ ഭഗവാൻസ്തേ പ്രജാഭർതൃഋഷികേശോ ന തുഷ്യതി. യേഷാം ന തുഷ്ടോ ഭഗവാൻ യജ്ഞലിംഗോ ജനാർദ്ദനഃ തേഷാം ശ്രമോ ഹ്യപാർത്ഥായ യദാത്മാനാദൃത സ്വയം. മനുരുവാച ആദേശേഹം ഭഗവതോ വർത്തേയാമീവ സൂദന സ്ഥാനം ത്വിഹാനുജാനീഹി പ്രജാനാം മമ ച പ്രഭോ യദോഗഃ സർവസത്വാനാം മഹീമഗ്നാമഹാംഭസി അസ്യ ഉദ്ധരണേ യത്നോ ദേവദേവ്യ വിധീയതാം. മൈത്രേയ ഉവാച പരമേഷ്ഠീ ത്വപാം മധ്യേ തഥാ സന്നാം അവേക്ഷ്യ ഗാം കഥമേനാം സമുന്നേഷ്യ ഇതി ദധ്യൗ ധിയാ ചിരം. സൃജതോ മേ ക്ഷിതിർവാർഭിപ്ലാവ്യമാനാ രസാം ഗതാ അഥാത്ര കിമനുഷ്ഠേയം അസ്മാഭിः സർഗയോജിതൈഃ. യസ്യാഹം ഹൃദയാദാസം സ ഈശോ വിദധാതു മേ ഇത്യഭിധ്യായതോ നാസാ വിവരാത് സഹസാനഘ വരാഹതോകോ നിരഗാത് അംഗുഷ്ഠപരിമാണക. തസ്യാഭിപശ്യതഖസ്ഥ ക്ഷണേന കില ഭാരത ഗജമാത്ര പ്രവവൃദ്ധേ തദദ്ഭുതം അഭൂന്മഹത്. മരീചി പ്രമുഖൈർവിപ്രൈഃ കുമാരൈർമനുനാ സഹ ദൃഷ്ട്വാ തൽസൗകരം രൂപം തർക്കയാമാസ ചിത്രധാ. കിമേതൽസൗകരവ്യാജം സത്വം ദിവ്യമവസ്ഥിതം അഹോ ബലാശ്ചര്യമിദം നാസായാമേ വിനിസൃതം. ദൃഷ്ടോऽങ്കുഷ്ഠശിരോ മാത്ര ക്ഷണാത് ഗണ്ഡശിലാസമഃ അപി സ്വിദ്ഭഗവാനേഷ യജ്ഞോ മേ ഖേദയൻ മനഃ. ഇതി മീമാംസതസ്തസ്യ ബ്രഹ്മണഃ സഹ സൂനുഭിഃ ഭഗവാൻ യജ്ഞപുരുഷോ ജഗർജാഗേന്ദ്രസന്നിഭഃ. ബ്രഹ്മാണം ഹർഷയാമാസ ഹരിസ്താംശ്ച ദ്വിജോത്തമാൻ സ്വഗർജിതേന കകുഭഃ പ്രതിസ്വനയതാ വിഭുഃ. നിശമ്യതേ ഘർഘരിതം സഖേ ദക്ഷൈഷ്ണുമായാമയസൂകരസ്യ ജനസ്തപസ്സത്യനിവാസിനസ്തേ ത്രിഭിഃ പവിത്രൈർമുനയോ ഗൃണൻ സ്മ. തേഷാം സതാം വേദവിധാനമൂർത്തിർബ്രഹ്മാവധാര്യാത്മഗുണാനുവാദം വിനദ്യ ഭൂയോ വിബുധോദയായ ഗജേന്ദ്രനീലോ ജലമാവിവേശ. ഉൽക്ഷിപ്തവാലഖജരകഠോരസടാവിധുന്വൻ ഖരം രോമശത്വഖുരാഹതാഭ്രസിതദംഷ്ട്ര ഈക്ഷാ ജ്യോതിർബഭാസേ ഭഗവാൻ മഹീധ്രഃ. ഘ്രാണേന പൃഥ്വ്യാഃ പദവിം വിജിഘ്രൻ ക്രോഡോപദേശസ്വയമധ്വരാം ഗഃ കരാളദംഷ്ട്രാപ്യകരാളദൃഷ്ട്ഭ്യാം ഉദ്വീക്ഷ്യ വിപ്രാൻ ഗൃണതോ വിശത്കം. സ വജ്രകൂടാംഗനിപാതവേഗവിശീർണകുക്ഷിസ്തനയന്നുദന്വാൻ
ഉൽ സൃഷ്ടദീർഘോർമി ഭുജൈരിവാർത്തശ്ചുക്രോശ യജ്ഞേശ്വര പാഹിമേതി ഖുരൈഃ ക്ഷുരപ്രൈർദരയംസ്തദാപ ഉത്പാരപാരം ത്രിപരൂരസായാം ദദർശഗാം തത്ര സുഷുപ്സുരഗ്രേ യാം ജീവധാനീം സ്വയമഭ്യധത്ത സ്വദംശ്രയോദ്ധൃത്യ മഹീം നിമഗ്നാം സ ഉത്ഥിതഃ സംരുചേരസായാഃ തത്രാദിദൈത്യം ഗദയാ പതന്തം സുനാഭസന്ദീപിത തീവ്രമന്യുഃ ജഘാനരുദ്ധാനമസഹ്യ വിക്രമം സലീലയേഭം മൃഗരാടിവാംഭസി തദ്രക്തപങ്കാങ്കിതഗണ്ഡതുണ്ടോ യഥാ ഗജേന്ദ്രോ ജഗതിം വിഭിന്ദൻ തമാലനീലം സിതദണ്ഡഗോട്ട്യാ ക്ഷ്മാമുൽക്ഷിപന്തം ഗജലീലയാം ഗ പ്രജ്ഞായ ബദ്ധാഞ്ജലയോനുവാഗൈർ വിരിഞ്ചി മുഖ്യ ഉപതസ്ഥുരീശം ഋഷയ ഉരൂജിതം ജിതം തേ ജിതയജ്ഞഭാവനത്രയീം തനും സ്വം പരിധുൻവതേ നമഃ യദ്രോമഗർത്തേഷു നിലീല്ലുരധ്വരാസ്തസ്മൈ നമഃ കാരണസൂകരായ തേ രൂപം തവൈതന്നനു ദുഷ്കൃതാത്മനാം ദുർദർശനം ദേവയദധ്വരാത്മകം ഛന്ദാംസി യസ്യ ത്വജിബർഹിരോമസ്യ സ്വാജ്യം ദൃശിത്വം ഘ്രിഷു ചാതുർഹോത്രം സൃപ്തുണ്ഡ ആസിത് സൃവ ഈശനാസയോരിഡോദരേ ചമസാഹ കർണരന്ധ്രേ പ്രാശിത്രമാസ്യേ ഗ്രസനേ ഗ്രഹാസ്തു തേ യച്ചർവണം തേ ഭഗവന്നഗ്നിഹോത്രം ദീക്ഷാനുജന്മോപസദശിരോധരം ത്വം പ്രായണീയോദയനീയദംഷ്ട്രഃ ജിഹ്വാ പ്രവർഗ്യസ്തവ ശീർഷകം ക്രതോസ്സഭ്യാവസത്യം ചിതയോസവോ हि ते सोमस्तुरेतः सवनान्यवस्थितिः संस्था विभेदास्तव देवधातवः सत्राणि सर्वाणि शरीरसन्धिस्त्वं सर्वयज्ञक्रतुरि इष्टिबन्धनः नमो नमस्तेऽखिलमन्त्रदेवताद्रिव्याय सर्वकृतवे क्रियात्मने वैराग्यभक्त्यात्मजयानुभावितज्ञानाय विद्यागुरवे नमो नमः दंष्ट्राग्रकोट्या भगवंस्तया धृता विराजते भूस्सभूधरा यथा वनान् निस्सरतो दत्ता धृता मतङ्गजेन्द्रस्य सपत्रपत्मिनी त्रयीमयं रूपमिदं च सौकर्यं भूमण्डलेनाथ दत्ता धृतेन ते चकास्ति शृङ्गोढखनेन भूयसा कुलाचलेन्द्रस्य यथैव विभ्रमः संस्थापयेनां जगतां सतस्थुषां लोकाय पत्नीम् असिमातरं पिता विधेम चास्ति नमसा सह त्वया यस्यां स्वतेजोऽग्निवारणावधाः श्रद्धधीतान्यतमस्तव प्रभो रसां गताया भुव उद्विबर्हणं न विस्मयोऽसौ त्वयि विश्वविस्मये यो माययेदं सृजतेति विस्मयं कश्रद्धधी ഒന്നുകൂടി ശ്രദ്ധിക്കുക. 43ാമത്തെ ശ്ലോകം. കശ്രദ്ധതീതാന്യതമസ്തവ പ്രഭോ രസാം ഗതായാ ഭുവ ഉദ്വിബർഹണം ന വിസ്മയോസൗ ത്വയി വിശ്വവിസ്മയേ യോ മായയേദം സസൃജേതി വിസ്മയം. അടുത്ത ശ്ലോകം നമുക്ക് എടുക്കാനുള്ളത്. വിധുൻവതാവേദമയം നിജം വപുർ जनस्तपःसत्यनिवासिनो वयं सदाशिखोद्धूतशिवाम्बुबिन्दुभिर्विमृज्यमाना भृशमीश पाविताः विधुन्वता वेदमयं निजं वपुर्जनस्तपःसत्यनिवासिनो वयं सदाशिखोद्धूतशिवाम्बुबिन्दुभिर्विमृज्यमाना भृशम् ईश पाविताः. विधुन्वता वेदमयं निजं वपुर അല്ലയോ ഈശ്വര, ഭൃശം ഈശ പാവിത, അല്ലയോ ഈശ്വര, വിധുന്വത വേദമയം നിജം വപുർ ജനസ്തപസ്സത്യനിവാസിനോ വയം. ആ ജനലോകം, സത്യലോകം, തപോലോകം ഇവിടങ്ങളിൽ താമസിക്കുന്ന ഞങ്ങൾ ഋഷീശ്വരന്മാർ, കുറേ മഹത്തുക്കളായിട്ടുള്ളവരെല്ലാവരും അവിടെ ആ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ദേവന്മാരൊക്കെ വന്ന് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയുകയാണ്, അല്ലയോ ഈശ്വര, ജനർലോകം, സത്യലോകം, തപോലോകം ഇവിടങ്ങളിൽ താമസിക്കുന്ന അടിയങ്ങൾ വേദമയം നിജം വപു, അങ്ങയുടെ ആ വേദാത്മകം ആയിട്ടുള്ള ആ സത്യമായ ആ ദേഹത്തെ, നിജം വപുഹു സ്വദേഹത്തെ
വിധുൻവത കുടയുന്ന അങ്ങയുടെ ആ ദേഹത്തെ കുടയുന്നുണ്ട്. ആ വരാഹരൂപം ഇങ്ങനെ കുടയുന്നുണ്ട്. അങ്ങനെ കുടയുമ്പോൾ ആ രോമങ്ങളിൽ നിന്നും തെറിക്കുന്ന സടാശിഖോദ്ഭൂത ശിവാംബുഭി ബിന്ദുഭിഹി, ആ രോമങ്ങളിൽ നിന്നും തെറിക്കുന്ന ജലബിന്ദുക്കൾ ഏറ്റിട്ട് ഞങ്ങൾ ഏറ്റവും പരിശുദ്ധരായി എന്ന് പറയാണ്, പവിത്രരായി. വിമൃജ്യമാന ഭൃശമീശ പാവിതാഹ, നമ്മൾ പവിത്രരായി എന്ന് പറയുകയാണ്. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ നോക്കാം. ഹേ ഈശാലയോ ഈശ്വര, ജനസ്തപസ്സത്യനിവാസിനഃ, ജനർലോകം, തപോലോകം, സത്യലോകം ഇവിടങ്ങളിൽ താമസിക്കുന്ന വയം അടിയങ്ങൾ, വേദമയം വേദാത്മകമായിരിക്കുന്ന നിജം വപുഹു, നിജമായ യഥാർത്ഥമായ ആ ദേഹത്തെ, സ്വന്തം സ്വരൂപത്തെ, വരാഹ സ്വരൂപത്തിൻ്റെ, വിധുന്വത അദ്ദേഹം കുടയുന്ന അങ്ങയുടെ സടാശിഖോദ്ഭൂത ശിവാംബു ബിന്ദുഭിഹി വിമൃജ്യമാനാഹ, ആ രോമങ്ങളിൽ നിന്നും ധരിക്കുന്ന ജലബിന്ദുക്കളേറ്റ് ഭൃശം ഏറ്റവും പാവിതാഹ ശുദ്ധരായി. എന്നുകൂടി പറയാം. ഹേ ഈശ, അല്ലയോ ഈശ്വര, ജനസ്തപസ്സത്യനിവാസിനഃ, ജനർലോകം, തപോലോകം, സത്യലോകം ഇവിടങ്ങളിൽ താമസിക്കുന്ന വയം അടിയങ്ങൾ, വേദമയം വേദാത്മകമായ നിജം വപുഹു സ്വദേഹത്തെ, വിധുന്വത കുടയുന്ന അങ്ങയുടെ ശിഖോദ്ഭൂത ശിവാംബു ബിന്ദുഭിഹി വിമൃജ്യമാന, രോമങ്ങളിൽ നിന്നും തെറിക്കുന്ന ജലബിന്ദുക്കളേറ്റ് ഭൃശം ഏറ്റവും പാവിതാഹ ശുദ്ധരായി തീർന്നിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അന്വയം പറയാം. ഹേ ഈശ, ജനസ്തപസ്സത്യനിവാസിനഃ വയം വേദമയം നിജം വപുഹു വിധുന്വത സടാശിഖോദ്ഭൂത ശിവാംബു ബിന്ദുഭിഹി വിമൃജ്യമാനാഹ ഭൃശം പാവിതാഹ. എന്നുകൂടി പറയാം. ഹേ ഈശ, ജനസ്തപസ്സത്യനിവാസിനഃ വയം വേദമയം നിജം വപുഹു വിധുന്വത സടാശിഖോദ്ഭൂത ശിവാംബു ബിന്ദുഭിഹി വിമൃജ്യമാന ഭൃശം പാവിതാഹ. അതായത്, അല്ലയോ ഈശ്വര, ജനർലോകം, തപോലോകം, സത്യലോകം ഇവിടങ്ങളിൽ താമസിക്കുന്ന അടിയങ്ങൾ, വേദാത്മകമായിരിക്കുന്ന അങ്ങയുടെ ആ സ്വദേഹത്തെ അങ്ങ് കുടയുമ്പോൾ ആ രോമങ്ങളിൽ നിന്നും തെറിക്കുന്ന ജലബിന്ദുക്കളേറ്റിട്ട് ഏറ്റവും പരിശുദ്ധരായി തീർന്നിരിക്കുന്നു. എന്നുകൂടി പറയാമല്ലയോ ഈശ്വര, ജനർലോകം, തപോലോകം, സത്യലോകം ഇവിടങ്ങളിൽ താമസിക്കുന്ന അടിയങ്ങൾ, വേദാത്മകമായിരിക്കുന്ന അങ്ങയുടെ ആ സ്വന്തം ദേഹത്തെ കുടയുന്ന സമയത്ത് അങ്ങയുടെ ആ രോമങ്ങളിൽ നിന്നും തെറിക്കുന്ന ജലബിന്ദുക്കളേറ്റിട്ട് ഏറ്റവും പവിത്രരായി തീർന്നിരിക്കുന്നു. അല്ലയോ ഈശ്വര, മുമ്പ് പറഞ്ഞു രസാതലത്തിലേക്ക് പതിച്ച ഈ ഭൂമിയെ അവിടുന്ന് ഉദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ മറ്റാരാണ് വിശ്വസിക്കുക? യാതൊരാൾ അത്യാശ്ചര്യകരമാവണ്ണം ഇതിനെ സൃഷ്ടിച്ചുവോ? സർവാശ്ചര്യങ്ങൾക്കും ആധാരഭൂതമായിരിക്കുന്ന ആ നിന്തിരുവടി ഭൂമിയെ ഉദ്ധരിച്ചു എന്നുള്ളത് ആശ്ചര്യകരം അല്ല. എന്നിട്ടാണ് പറയണത്, അല്ലയോ ഈശ്വര, വേദമയമായിരിക്കുന്ന അങ്ങയുടെ ആ ദേഹത്തെ കുടയുമ്പോൾ തെറിച്ച പരിശുദ്ധമായ തീർത്ഥം ആ ജലബിന്ദുക്കൾ പതിക്കയാൽ ജനർലോകം, തപോലോകം, സത്യലോകം എന്നിവിടങ്ങളിലെ നിവാസികളായ അടിയങ്ങൾ ഏറ്റവും പരിശുദ്ധരായിട്ട് തീർന്നു. ഏറ്റവും പരിശുദ്ധരായിട്ട് തീർന്നു. അപ്പോൾ ഈശ്വര, ജനലോകം, തപോലോകം, സത്യലോകം എന്നിവയിൽ വസിക്കുന്ന ഞങ്ങൾ സർവവേദമയനായിരിക്കുന്ന അങ്ങയുടെ സ്കന്ധരോമങ്ങളുടെ അഗ്രഭാഗത്തു നിന്നും തെറിക്കുന്ന ആ പരിശുദ്ധ ജലത്തുള്ളികൾ കൊണ്ട് നനയ്ക്കപ്പെട്ട് എത്രയും ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഒന്നുകൂടി നമുക്ക് പരിശോധിച്ച് നോക്കാം. ഹേ പ്രഭു, ആ പാതാളത്തിൽ ചെന്നിരിക്കുന്ന ആ ഭൂമിയെ ഉയർത്തുവാൻ സാധ്യമാണെന്നുള്ള വിചാരം തന്നെ അങ്ങയെ ഒഴിച്ച് അന്യനായ ഏതൊരുവനുണ്ടാകും?
എന്നാൽ സകല ആശ്ചര്യങ്ങളുടെയും നിവാസസ്ഥാനമായിരിക്കുന്ന നിന്ദ്രിവടിയിൽ ഇത് ആശ്ചര്യം അല്ല. എന്തുകൊണ്ടെന്നാൽ നിന്ദ്രിവടി അങ്ങയുടെ അചിന്ത്യമായിട്ടുള്ള പ്രഭാവത്താൽ ദേവമാനുഷ മൃഗപക്ഷ്യാത്മകമായിരിക്കുന്ന അന്യോന്യ ഭിന്നവർഗത്തെ ഏകമായ വീര്യത്തിൽ നിന്നും ജനിപ്പിച്ചിരിക്കുന്നുവല്ലോ. ബീജം ഒന്നായിരിക്കെ അതിൽ നിന്നും ഉണ്ടാകുന്ന സസ്യങ്ങൾ ബഹുവിധങ്ങളായിരിക്കുക എന്നത് ആശ്ചര്യകരം അല്ല. ആ അത്യാശ്ചര്യത്തെ നടത്തുന്ന നിന്ദ്രിവടിയുടെ മറ്റേതൊരു പ്രവൃത്തിയും ആശ്ചര്യകരമാണെന്ന് പറഞ്ഞുകൂടാ. അല്ലയോ ഈശ്വര, നിന്ദ്രിവടിയുടെ വേദാത്മകമായിരിക്കുന്ന ഈ ശരീരത്തെ ജലത്തിൽ നിന്നും കയറി വന്ന ഉടനെ കുടഞ്ഞ സമയം പിരടി രോമങ്ങളുടെ അഗ്രങ്ങളിൽ നിന്നും വ്യാപിച്ചതായിട്ടുള്ള ആ പുണ്യജല തുള്ളികൾ ജനർലോകം, തപോലോകം, സത്യലോകം എന്നീ സ്ഥാനങ്ങളിൽ വസിക്കുന്ന ഞങ്ങളുടെ ശരീരങ്ങളിൽ സ്പർശിച്ചതുകൊണ്ട് ഞങ്ങൾ എത്രയും പരിശുദ്ധരായിട്ട് ഭവിച്ചു. യജ്ഞവരാഹമൂർത്തിയുടെ ശരീര വൈപുല്യം എത്രയായിരുന്നുവെന്ന് ഈ വിവരണത്തിൽ നിന്നും മനസ്സിലാക്കണം. അപ്പോൾ ഇനി അതിലത്തെ ആ വ്യാഖ്യാനം നോക്കാം നമുക്ക്. ജഗതാം മാതരം താമേതാം വാസസ്ഥാനാർത്ഥം സ്ഥാപയേതസ്തം ജഗതാം പിതാസി അധസ്ത്വയ ഇതൊക്കെ ഇന്നലെ പറഞ്ഞാണ്. സഹാസ്യൈ മാത്രേ നമനം കരിഷ്യാമഹ. അധസ്ത്വയ സഹാസ്യൈ മാത്രേ നമനം കരിഷ്യാമഹ. ഹേ പ്രഭോ, ഭുവ ഉദ്ധരണമന്യഃ ക സ്പൃഹയേ ത്വയി തു വിസ്മയോ ന. അല്ലയോ പ്രഭോ, ഈ ഭുവനം ഉദ്ധരിച്ചു എന്നുള്ളത് ഒരു വലിയ ആശ്ചര്യകരമായിട്ടുള്ള അങ്ങയുടെ പ്രവൃത്തിയൊന്നുമല്ല. നിജം വപുർവിധുൻവത, ആ യഥാർത്ഥമായിരിക്കുന്ന അങ്ങയുടെ വപുസ്സിനെ കുടയാണ് ചെയ്തത്. അപ്പോൾ നിജം വപുർ വിധുൻവത, കുടഞ്ഞു. ത്വയ, അങ്ങയുടെ സടാശിഖോൽധൃത കുഞ്ചിരോമങ്ങളിൽ നിന്നും ധൃത ശിവാംബു ബിന്ദു തെറിച്ചിട്ടുള്ള ആ ജലബിന്ദുക്കൾ, വളരെ മംഗളകരമായിരിക്കുന്ന ജലബിന്ദുക്കൾ സിച്യമാനഹ, അങ്ങനെ അത് നമ്മളുടെ മേലേക്ക് തെറിച്ചിട്ട് ജനസ്തപ സത്യനിവാസിനോ, ജനലോകം, തപോലോകം, സത്യലോകം ഇങ്ങനെയുള്ള ലോകങ്ങളിൽ വസിക്കുന്ന നമ്മളെ വയം പവിത്രീകരിക്കപ്പെട്ടു. അപ്പോൾ ഹേ പ്രഭോ, ഭുവഃ ഉദ്ധരണമന്യഃ ക സ്പൃഹയേ ത്വയി തു വിസ്മയോന. ഹേ ഈശ, നിജം വപുർവിധുൻവതാ ത്വയാ സടാശിഖോദ്ധൃത ശിവാംബുബിന്ദുഭിഃ സിച്യമാനാഃ ജനസ്തപഃ സത്യനിവാസിനോ വയം പവിത്രീകൃതാഃ. അതാണ് ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 45-ാമത്തെ ശ്ലോകം. സവൈബദ ഭ്രഷ്ടമതിസ്തവൈഷതേ യക്കർമ്മണാം പാരമപാരകർമ്മണഃ യദ്യോഗമായാ ഗുണയോഗമോഹിതം വിശ്വം സമസ്തം ഭഗവൻ വിധേഹിശം. സവൈബദ ഭ്രഷ്ടമതിസ്തവൈഷതേ യക്കർമ്മണാം പാരകർമ്മണഃ യദ്യോഗമായാ ഗുണയോഗമോഹിതം വിശ്വം സമസ്തം ഭഗവൻ വിധേഹിശം. അല്ലയോ ഭഗവാനെ, സമസ്തം വിശ്വം, ഈ ലോകം ആകമാനം ആരുടെ ആ യോഗമായ മോഹിതമായിട്ട് അളപ്പാൻ സാധിക്കാത്ത കർമ്മം ചെയ്യുന്ന അങ്ങയുടെ കർമ്മങ്ങളുടെ പരിധി ആർ അന്വേഷിക്കുന്നുവോ അവർ ബുദ്ധിശൂന്യരാണ്. അപ്രകാരമുള്ള അങ്ങയ്ക്ക് മംഗളം. സവൈബത ഭ്രഷ്ടമതിസ്തവൈഷതേ. ബുദ്ധിശൂന്യനാണെന്നർത്ഥം. ഇത് പറയാൻ അന്വേഷിച്ച് പറയുന്നവൻ ബുദ്ധിശൂന്യനാണ്. സ്തവൈഷതേ,
അന്വേഷിക്കുന്നുവോ എന്നാണ്. ആരാണ് അന്വേഷിക്കുന്നത് അങ്ങയുടെ എന്തിനെ പറ്റിയിട്ട്? അങ്ങയുടെ കർമ്മങ്ങളെ പറ്റിയിട്ട്. പാരം അപാര കർമ്മണ, വളരെ പരിധി ഇല്ലാത്ത അങ്ങയുടെ അപാരമായിരിക്കുന്ന അത്യത്ഭുതകരമായിരിക്കുന്ന ഈ കർമ്മങ്ങളെ പറ്റിയിട്ട് ആരാണോ അന്വേഷിക്കുന്നത് അവർ ബുദ്ധിശൂന്യരാണ്. എന്താണ്? യത് യോഗമായ ഗുണയോഗമോഹിതം, അയോഗമായ ചേർത്തിട്ടും ഗുണങ്ങളെ ചേർത്തിട്ടും മോഹിപ്പിക്കുന്ന ഈ വിശ്വത്തിൻ്റെ സൃഷ്ടി ചെയ്ത ഭഗവാനാണ് അദ്ദേഹം. വിധേഹി ശം, അപ്രകാരമുള്ള ആ ഭഗവാൻ. അപ്പം അങ്ങനെയുള്ള ആ ഭഗവാന്റെ ആ കർമ്മങ്ങളെപ്പറ്റി അന്വേഷിക്കുന്നവൻ ബുദ്ധിശൂന്യനാണ്. അങ്ങനെയുള്ള ആ ഭഗവാന് അങ്ങ് മംഗളം അരുളിയാലും, അങ്ങനെയുള്ള ഭഗവാനെ അങ്ങ് മംഗളം അരുളിയാലും എന്നുള്ളതാണ് പറയുന്നത്. അപ്പം സവൈബത ഭ്രഷ്ടമതിസ്തവൈഷതേ യ കർമ്മണാം പാരം അപാര കർമ്മണ യദ്യോഗമായ ഗുണയോഗമോഹിതം വിശ്വം സമസ്തം ഭഗവൻ വിധേഹിശം. ഹേ ഭഗവൻ, അല്ലയോ ഭഗവാനെ, സമസ്തം വിശ്വം ലോകമാകമാനം യദ്യോഗമായ ഗുണയോഗമോഹിതം, യാതൊരാളുടെ യോഗമായയുടെ ഗുണങ്ങളിൽ മോഹിതമായോ, അപാരകർമ്മണ, അളപ്പാൻ സാധിപ്പാത്ത കർമ്മം ചെയ്യുന്ന, തവ കർമ്മണാം, അങ്ങയുടെ കർമ്മങ്ങളുടെ പാരം പരിധി, യഹ ഏഷതേ, ആർ അന്വേഷിക്കുന്നുവോ, സഹ ഭ്രഷ്ടമതിഹി വൈബത, അവൻ തന്നെ ബുദ്ധിശൂന്യൻ, സ ത്വം ശം വിധേഹി, അപ്രകാരമുള്ള അങ്ങ് മംഗളം അരുളിയാലും. ഒന്നുകൂടി പറയാം. ഹേ ഭഗവൻ, അല്ലയോ ഭഗവാനെ, സമസ്തം വിശ്വം ലോകമാകമാനം യദ് യോഗമായ ഗുണയോഗ മോഹിതം, യാതൊരാളുടെ യോഗമായയുടെ ഗുണങ്ങളാൽ മോഹിതമായോ, അപാരകർമ്മണ, അളപ്പാൻ സാധിക്കാത്ത കർമ്മം ചെയ്യുന്ന, തവ കർമ്മണാം, അങ്ങയുടെ കർമ്മങ്ങളുടെ പാരം പരിധി, യഹ ഏഷത്തെ, ആർ അന്വേഷിക്കുന്നുവോ, സഹ ഭ്രഷ്ടമതിഹി വൈബത, അവൻ തന്നെ ബുദ്ധിശൂന്യൻ, സഹ ത്വം ശം വിധേഹി, അപ്രകാരമുള്ള അങ്ങ് മംഗളം അരുളിയാലും. അപ്പം അതിലെ അന്വയം നോക്കാം. ഹേ ഭഗവൻ, സമസ്തം വിശ്വം യദ് യോഗമായ ഗുണയോഗമോഹിതാം അപാരകർമ്മണ തവ കർമ്മണാം പാരം യഹ ഏഷത്തെ സ ഭ്രഷ്ടമതിഹി സഹ ത്വം ശം വിധേഹി. ഒന്നുകൂടി പറയാം. ഹേ ഭഗവൻ, സമസ്തം വിശ്വം യദ് യോഗമായ ഗുണയോഗമോഹിതം അപാരകർമ്മണ തവ കർമ്മണാം പാരം യഹ ഏഷത്തെ സ ഭ്രഷ്ടമതിഹി വൈബത സഹ ത്വം ശം വിധേഹി. അപ്പോൾ അതിൻ്റെ അന്വയാർത്ഥം വരുന്നത്, അല്ലയോ ഭഗവാനെ, ലോകമാകമാനം യാതൊരാളുടെ യോഗമായുടെ ഗുണങ്ങളാൽ മോഹിതമോ, അളപ്പാൻ സാധിക്കാത്ത കർമ്മം ചെയ്യുന്ന അങ്ങയുടെ ആ കർമ്മങ്ങളുടെ പരിധി ആരാണോ അന്വേഷിക്കുന്നത് അവൻ തന്നെ ബുദ്ധിശൂന്യൻ. അപ്രകാരമുള്ള അങ്ങ് എല്ലാവർക്കും മംഗളം അരുളിയാലും. എന്നുകൂടി പറയാം. അല്ലയോ ഭഗവാനെ, ലോകമാകമാനം യാതൊരാളുടെ യോഗമായുടെ ഗുണങ്ങളാൽ മോഹിതമായോ, അങ്ങനെ ഉള്ള ആളുടെ അളപ്പാൻ സാധിക്കാത്ത കർമ്മം ചെയ്യുന്ന, അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത കർമ്മം ചെയ്യുന്ന അങ്ങയുടെ കർമ്മങ്ങളുടെ പരിധി ആര് അന്വേഷിക്കുന്നുവോ അവൻ തന്നെ ബുദ്ധിശൂന്യൻ. അപ്രകാരമുള്ള അങ്ങ് ഞങ്ങൾക്ക് എല്ലാവർക്കും മംഗളം അരുളിയാലും. ഹേ ഭഗവൻ, അവസാനമില്ലാത്ത കർമ്മങ്ങളോട് കൂടിയ അങ്ങയുടെ കർമ്മങ്ങളുടെ മറുകര കാണാൻ ശ്രമിക്കുന്നവൻ ബുദ്ധിഹീനൻ തന്നെ. അങ്ങയുടെ യോഗമായുടെ വൈഭവത്താൽ മോഹിക്കപ്പെട്ടവരാണ് ഈ പ്രപഞ്ചത്തിലെ സർവരും. ശാന്തി നൽകി അനുഗ്രഹിച്ചാലും. അനന്ത ലീലാമയനായിരിക്കുന്ന അങ്ങയുടെ ലീലകളുടെ അവസാനം കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നവൻ മൂഢനാണെന്നത് നിസ്സംശയമാണ്. ലോകം മുഴുവൻ അങ്ങയുടെ യോഗമായ ഗുണങ്ങളുടെ ബന്ധം കൊണ്ട് മോഹിച്ചിരിക്കുന്നു. ഭഗവൻ, നമ്മൾക്കെല്ലാവർക്കും അങ്ങ് മംഗളം ഏകിയാലും. ഹേ ഭഗവൻ, ഇന്ദ്രിവടിയുടെ ആ കർമ്മങ്ങൾക്ക് അവധി ഇല്ലാതിരിക്കെ അവയുടെ അവധി കാണണമെന്ന് ആഗ്രഹിക്കുന്നവൻ ബുദ്ധിയില്ലാത്തവൻ തന്നെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആഗ്രഹിക്കുന്നതെന്നാൽ അവിടുത്തെ യോഗമായയുടെ ഗുണങ്ങളോട് ചേർന്നതുകൊണ്ട് ആ വിധം ആഗ്രഹത്തെ ജനിപ്പിക്കുന്നതാകുന്നു.
അങ്ങനെ ലോകം സമസ്തവും ആ മായാഗുണമോഹിതമായിരിക്കുന്നു. ഞങ്ങളാകട്ടെ അങ്ങയെ ശരണം പ്രാപിക്കുന്നു, ഞങ്ങൾക്കും സൗഖ്യം നൽകിയിടമേ എന്നുള്ളതാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 42-ാം ശ്ലോകത്തിൽ നരകാസുരന് ജന്മം നൽകിയതിൻ്റെ സൂചനയുണ്ട്. 42-ാമത്തെ ശ്ലോകം. 42-ാമത്തെ ശ്ലോകം ഏതാ? സംസ്ഥാപയൈനാം ജഗതാം സദസ്തുഷാം ലോകായ പത്നീം അസി. ആ ഭൂമിദേവിയെ അവിടെ സ്ഥാപിക്കാൻ, അപ്പോൾ ആ ഭൂമിദേവിയുടെ സ്ഥാപനം അത് നരകാസുരന് ജന്മം നൽകിയതിൻ്റെ സൂചനയുണ്ട്. ഭാരതം വനപർവം 142-ാം അധ്യായം വായിച്ചാൽ ഒരു നിഗമനത്തിലെത്താം. ഭാഗവതം ദശമം 59-ാമത്തെ അധ്യായത്തിൽ ഇതിൽ കൂടുതൽ പറയുന്നുണ്ട്. 44-ൽ ജനർലോകം, തപോലോകം, സത്യലോകവാസികൾ എന്നും പറവാൻ കാരണം 11-ാം അധ്യായത്തിൽ നിന്നും മറ്റും ഗ്രഹിക്കേണ്ടതാണ്. ഇതാണ് ഋഷിമാരുടെ യജ്ഞവരാഹ സ്തുതി. ഇപ്പം ഇപ്രകാരം പറഞ്ഞതാണ് ആ യജ്ഞവരാഹത്തിൻ്റെ സ്തുതിയാണ് ആ മഹർഷിമാരുടെ. ഈ വരാഹകൽപ്പത്തിൽ യജ്ഞങ്ങളുടെ ഉൽപ്പത്തി വരാഹമൂർത്തിയുടെ അംഗങ്ങളിൽ നിന്നാകയാലാണ് യജ്ഞവരാഹമെന്ന് വിശേഷിപ്പിക്കുന്നത്. ബ്രാഹ്മകൽപ്പത്തിൽ ബ്രഹ്മാവ് വിരാട് പുരുഷന്റെ അവയവങ്ങളിൽ നിന്നും യജ്ഞസാമഗ്രികൾ സംഭരിച്ചുവെന്ന് ദ്വിതീയ സ്കന്ധം 6-ാം അധ്യായത്തിൽ പറയുന്നു. പാത്മകൽപ്പത്തിൽ യജ്ഞങ്ങൾ ബ്രഹ്മാവിൻ്റെ പൂർവാദിമുഖങ്ങളിൽ നിന്നും ഉത്ഭവിച്ചതായിട്ട് ഈ സ്കന്ധം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. സർവപുരാണങ്ങളും വരാഹമൂർത്തിയെ യജ്ഞസ്വരൂപം ആയിട്ടാണ് വീക്ഷിക്കുന്നത്. മഹാഭാരതം ശാന്തിപർവം 209-ാമത്തെ അധ്യായത്തിലാണ് വരാഹാവതാര കഥ വരുന്നത്. അവിടെ യജ്ഞവരാഹമെന്ന് സ്പഷ്ടമായിട്ട് പറയുന്നില്ല. എന്നാൽ മഹാഭാരതത്തിൻ്റെ ദാക്ഷിണാത്യപാം എന്ന ആ പ്രസിദ്ധീകരണത്തിൽ മാത്രം സഭാപർവത്തിലെ 35-ാം അധ്യായത്തിൽ വരാഹാവതാര കഥ വിശദമായിട്ട് പറയുന്നിടത്ത് യജ്ഞവരാഹ രൂപത്തിൽ വർണ്ണിക്കുന്നു. വരാഹസ്തു ശ്രുതിമുഖ പ്രാദുർഭാവോ മഹാത്മനഃ വേദപാദോ യൂപദംഷ്ട്രഃ ക്രതുദന്തശ്ചിതീമുഖഃ അഗ്നിജിഹ്വോ ദർഭരോമാ ബർഹശീർഷോ മഹാതപാഃ. ബ്രഹ്മപുരാണത്തിലും പറയുന്നുണ്ട്. ഭാരതത്തിലെ ഏകദേശം സമാനമായിട്ട് പറയുന്നുണ്ട്. വിഷ്ണു പുരാണത്തിൽ ആ ഭൂമിദേവി വരാഹമൂർത്തിയെ യജ്ഞരൂപിയായിട്ട് സ്തുതിക്കുന്നുണ്ട്. അഗ്നിജിഹ്വേ ദർഭരോമാ ബ്രഹ്മശീർഷോ മഹാതപാഃ ആജ്യനാസ സ്രുവത്തുണ്ട സാമഘോഷസ്വനോ മഹാൻ. ഇങ്ങനെ വായുപുരാണം ഇതിൽ 16-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ ശ്ലോകമായിട്ട് ഒരു രാക്ഷസൻ യജ്ഞങ്ങളെ അപഹരിച്ച് രസാതലത്തിൽ നിക്ഷേപിച്ചുവെന്നും ഭഗവാൻ വരാഹമൂർത്തിയായി അവതരിച്ച് ഒരു രാക്ഷസൻ യജ്ഞങ്ങളെ അപഹരിച്ചിട്ട് രസാതലത്തിൽ നിക്ഷേപിച്ചുവെന്നും ഭഗവാൻ വരാഹമൂർത്തിയായി അവതരിച്ച് ആ രാക്ഷസനെ നിഗ്രഹിച്ച് യജ്ഞത്തെ മുഖത്ത് ധരിച്ചുവെന്നും ബ്രാഹ്മപുരാണത്തിൽ പറയുന്നു. മുഖേന്യസ്യ മഹായജ്ഞം നിശ്ചക്രാമ രസാതലാത്. അങ്ങനെ ആണ് ആ യജ്ഞം വരാഹമായത് എന്നാണ് ഒരു പക്ഷം. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. 46-ാമത്തെ ശ്ലോകം. ഇത്യുപസ്ഥീയമാനസ്തൈർമുനിഭിർബ്രഹ്മവാദിഭിഃ സലിലേ സ്വഖുരാക്രാന്ത ഉപധത്താവിതാവനിം. ഉപസ്ഥീയമാനസ്തൈർമുനിഭിർബ്രഹ്മവാദിഭിഃ സലിലേ സ്വഖുരാക്രാന്തേ ഉപധത്താവിതാവനിം. ഇത്യുപസ്ഥാനീയമാനസ്തൈർമുനിഭിർബ്രഹ്മവാദിഭിഃ. ഇപ്രകാരം ആ മുനിമാരാൽ ആ അങ്ങയെ സ്തുതിക്കപ്പെട്ടു. അങ്ങനെ സ്തുതിക്കപ്പെട്ടിട്ട് ആ യജ്ഞവരാഹമൂർത്തി സലിലേ സഖുരാക്രാന്ത, തൻ്റെ കുളമ്പടികളാൽ ആ ജലത്തിൽ ഉപാധത്താവിതാനവനീം, ആ ഭൂമിയെ അവിടെ ഉപാധത്ത ഉറപ്പിച്ചു. അപ്പോൾ വേദജ്ഞരായിരിക്കുന്ന ആ ഋഷിമാരാൽ ഇങ്ങനെ സ്തുതിക്കപ്പെട്ട ആ ലോകനാഥൻ, ആ വരാഹമൂർത്തി തൻ്റെ കുളമ്പടികളാൽ ചവിട്ടിയിട്ട് ആ ജലത്തിൽ ആ ഭൂമിയെ അവിടെ ഉറപ്പിച്ചു. അപ്പോൾ ബ്രഹ്മവാദിഭി, ആ വേദജ്ഞരായിരിക്കുന്ന തൈഹി മുനിഭിഹി, ആ ഋഷിമാരാൽ ഇതി ഉപസ്ഥീയമാനഃ, ഇങ്ങനെ
സ്തുതിക്കപ്പെടുന്ന അവിത ലോകനാഥൻ സുഖുരക്രാന്തേ സലിലെ തൻ്റെ കുളമ്പടികളാൽ ചവിട്ടിയിട്ട് ജലത്തിൽ അവനീം ഭൂമിയെ ഉപാധത്തെ ഉറപ്പിച്ചു. ഒന്നും കൂടി പറയാം. ബ്രഹ്മവാദിഭിഹി വേദജ്ഞരായിരിക്കുന്ന തൈഹി മുനിഭിഹി ആ ഋഷിമാരാൽ ഇതി ഉപസ്ഥീയമാനഃ ഇങ്ങനെ സ്തുതിക്കപ്പെടുന്ന അവിത ആ ലോകനാഥൻ സഖുരാക്രാന്തേ സലിലെ തൻ്റെ കുളമ്പടികളാൽ ചവിട്ടിയിട്ട് ജലത്തിൽ അവനീം ഭൂമിയെ ഉപാധത്ത ഉറപ്പിച്ചു. അപ്പോൾ ഇതിലത്തെ അന്വയം ബ്രഹ്മവാദിഭിഹി തൈഹി മുനിഭിഹി ഇതി ഉപസ്ഥീയമാനഃ അവിത സഖുരാക്രാന്തേ സലിലെ അവനീം ഉപാധത്ത. എന്നുകൂടി പറയാം. ബ്രഹ്മവാദിഭിഹി തൈഹി മുനിഭിഹി ഉപസ്ഥീയമാനഃ അവിത സഖുരാക്രാന്തേ സലിലെ അവനീം ഉപാധത്ത. ആ വേദജ്ഞരായ ഋഷിമാരാൽ ഇങ്ങനെ സ്തുതിക്കപ്പെട്ട ആ ലോകനാഥൻ തൻ്റെ കുളമ്പടികളാൽ ചവിട്ടിയിട്ട് ആ ജലത്തിൽ ആ ഭൂമിയെ ഉറപ്പിച്ചു. വേദജ്ഞരായ ഋഷിമാരാൽ ഇങ്ങനെ സ്തുതിക്കപ്പെട്ട ആ ലോകനാഥൻ യജ്ഞവരാഹമൂർത്തി തൻ്റെ കുളമ്പടികളാൽ ചവിട്ടിയിട്ട് ആ ഭൂമിയെ ആ ജലത്തിൽ അങ്ങനെ ഉറപ്പിച്ച് നിർത്തി. ഋഷീശ്വരന്മാരുടെ സ്തുതിയിൽ സന്തുഷ്ടനായിരിക്കുന്ന വരാഹമൂർത്തി ആ ഭൂമിയെ ആ കാരണജലത്തിൽ സ്ഥാപിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രക്ഷിതാവായിരിക്കുന്ന അദ്ദേഹം ബ്രഹ്മജ്ഞന്മാരായിരിക്കുന്ന മുനീശ്വരന്മാർ ഇങ്ങനെ സ്തുതിക്കപ്പെട്ട് തൻ്റെ കുളമ്പുകളാൽ അമർത്തപ്പെട്ട ജലത്തിൽ ഭൂമിയെ സ്ഥാപിച്ചു. മൈത്രേയൻ പറഞ്ഞു, തുല്യമായ വാക്കുകൾ കൊണ്ട് മുനിമാരാൽ സ്തോത്രം ചെയ്യപ്പെട്ടിരിക്കുന്ന ആ ലോകരക്ഷിതാവായിരിക്കുന്ന യജ്ഞവരാഹമൂർത്തി തൻ്റെ കാലടികളുടെ സ്പർശം നിമിത്തം ധാരണാശക്തിയോടുകൂടിയ ആ കാരണജലത്തിൽ ഭൂമിയെ ഉറപ്പിച്ചു. ഭഗവാന്റെ ശക്തി ഭൂമിക്ക് സിദ്ധിച്ചതുകൊണ്ടാണ് കാരണജലത്തിൽ താണുപോകാതെ നിൽക്കുന്നത്. ഭഗവാന്റെ ശക്തി ഭൂമിക്ക് സിദ്ധിച്ചതുകൊണ്ടാണ് കാരണജലത്തിൽ ആ ഭൂമി താഴാതെ നിൽക്കുന്നത്. അപ്പോൾ ഇതിലത്തെ ആ വ്യാഖ്യാനം നമുക്ക് നോക്കാം. മൈത്രേയ ഉവാച ഏവം മുനിഭിः സ്തൂയമാനോ ഇപ്രകാരം ആ മുനിമാരാൽ സ്തുതിക്കപ്പെട്ട ഹരിഹി ഏവം മുനിഭിः സ്തൂയമാനോ ഹരിഹി രസാതലാദാനീതാം രസാതലത്തിൽ നിന്നും പൊക്കിയെടുത്ത പൃഥ്വീം അപ്സുന്യസ്യ സ്വശക്തിയാ സ്ഥിരാം കൃത്വാ യയൗ ആ പൃഥ്വിയെ ആ കാരണജലത്തിൽ പൃഥ്വീം അപ്സു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണജലം ആ കാരണജലത്തിലെ സ്വന്തം ശക്തി കൊണ്ട് സ്ഥിരം ആക്കി തീർത്തു. സ്ഥിരം കൃത്വാ യയൗ ഏവം മുനിഭിः സ്തൂയമാനോ ഹരിഃ രസാതലാദാനീതാം പൃഥ്വീം രസാതലാദാനീതാം പൃഥ്വീം അപ്സുന്യസ്യ സ്വശക്തിയാ സ്ഥിരാം കൃത്വാ യയൗ. ഇപ്രകാരം ആ മുനിമാരാൽ സ്തുതിക്കപ്പെട്ട ആ ഹരി ആ രസാതലത്തിൽ നിന്നും ആ പൊക്കിയെടുത്ത പൃഥ്വിയെ ആ കാരണജലത്തിൽ സ്വന്തം ശക്തി കൊണ്ട് സ്ഥിരമായിട്ട് അവിടെ സ്ഥാപിച്ചു എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 47-ാമത്തെ ശ്ലോകം. സയിത്തം ഭഗവാനുർവിം വിശ്വക്സേന പ്രജാപതിഃ രസായ ലീലയോന്നീതാം അപ്സുന്യസുയയൗ ഹരിഃ രസാതലത്തിൽ നിന്നും ആ ഉന്നീതാം ഉയർത്തിയ ഉർവീം ഇതിൻ്റെ മുമ്പത്തെയാണ് അപ്പോൾ വരുന്നത്. ഇതിൽ വ്യാഖ്യാനത്തിൽ അതിന് മുമ്പത്തെ വരുന്നത് യോഗമായ മോഹിതസ്യ വിശ്വസ്യ മംഗളം വിധേഹി മൈത്രേയ ഉവാച ഏവം മുനിഭിः സ്തൂയമാനോ ഹരിഃ അത്ര തന്നെയുണ്ട്. അപ്പോൾ
സൈത്തം ഭഗവാൻ ഉർവീം. ഇപ്രകാരം ആ ഭഗവാൻ ആ ഉർവിയെ, ആ ഭൂമിയെ എന്താണ് ആജ്ഞാശക്തി ഉള്ള ആളാണ്. വിശ്വക്സേന പ്രജാപതി, പ്രജാനാഥനും ആജ്ഞാശക്തിയുമുള്ള ആ ഭഗവാനുമായിരിക്കുന്ന ശ്രീഹരി അങ്ങനെ ആ ഭൂമിയെ അനായാസേന ആ കാരണജലത്തിൽ സ്ഥാപിച്ചിട്ട് അവിടെ നിന്നും യാത്രയായി എന്നുള്ളതാണ് പറയുന്നത്. സൈത്തം ഭഗവാൻ ഉർവീം വിശ്വക്സേന പ്രജാപതി രസായ ലീലയോന്നീതാം അപ്സു ന്യസ്യ യയൗ ഹരിഹി. രസായ ആ രസാതലത്തിൽ നിന്നും ഉന്നീതാം ഉയർത്തിയ ഉർവീം ഭൂമിയെ ഇത്തം ഇങ്ങനെ ലീലയാ അനായാസേന അപ്സു ജലത്തിൽ ന്യസ്യ ജലത്തിൽ വെച്ച് വിശ്വക്സേന ആജ്ഞാശക്തിയുള്ളവനും പ്രജാപതി പ്രജാനാഥനും ഭഗവാനുമായിരിക്കുന്ന സഹ ഹരിഹി ആ ശ്രീഹരി യയൗ യാത്രയായി. ഒന്നുകൂടി പറയാം. രസായാഹ രസാതലത്തിൽ നിന്ന് ഉന്നീതാം ഉയർത്തിയ ഉർവീം ഭൂമിയെ ഇത്തം ഇങ്ങനെ ലീലയാ അനായാസേന അപ്സു ജലത്തിൽ ന്യസ്യ വെച്ച് വിശ്വക്സേന ആജ്ഞാശക്തിയുള്ളവനും പ്രജാപതി പ്രജാനാഥനും ഭഗവാനുമായിരിക്കുന്ന സഹ ഹരിഹി ആ ശ്രീഹരി യയൗ യാത്രയായി. അപ്പം അതിലത്തെ അന്വയം രസായാഹ ഉന്നീതാം ഉർവിം ഇത്തം ലീലയാ അനായാസേന അപ്സു ന്യസ്യ വിശ്വക്സേന പ്രജാപതി ഭഗവാൻ സഹ ഹരിഹി യയൗ. എന്നുകൂടി പറയാം. രസായാഹ ഉന്നീതാം ഉർവിം ഇത്തം ലീലയാ അപ്സു ന്യസ്യ വിശ്വക്സേന പ്രജാപതി ഭഗവാൻ സഹ ഹരിഹി യയൗ. രസാതലത്തിൽ നിന്നും ഉയർത്തിയ ആ ഭൂമിയെ ഇങ്ങനെ അനായാസേന ജലത്തിൽ വെച്ച് ആ ആജ്ഞാശക്തിയുള്ളവനും പ്രജാനാഥനും ഭഗവാനുമായിരിക്കുന്ന ശ്രീഹരി യാത്രയായി. എന്നുകൂടി പറയാം. രസാതലത്തിൽ നിന്നും ഉയർത്തിയ ഭൂമിയെ ഇങ്ങനെ അനായാസേന ജലത്തിൽ വെച്ച് ആജ്ഞാശക്തിയുള്ളവനും പ്രജാനാഥനും ഭഗവാനുമായിരിക്കുന്ന ആ ശ്രീഹരി അവിടെ നിന്നും യാത്രയായി. ആ പ്രജാപതിയും ഭഗവാനും വിശ്വക്സേനുമായിരിക്കുന്ന ആ ഹരി ഇങ്ങനെ രസാതലത്തിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവന്ന ആ ഭൂമിയെ ജലത്തിൽ വെച്ച് മറഞ്ഞു. ഇപ്രകാരം രസാതലത്തിൽ നിന്നും ഭൂമിയെ ഉദ്ധരിച്ച് സ്വസ്ഥാനത്തെ പ്രതിഷ്ഠിച്ച ശേഷം ഭഗവാൻ തിരോധാനം ചെയ്തു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഏതൊരു ദിക്കിലെ തടസ്സമില്ലാത്ത ആജ്ഞയോടുകൂടിയ ഭഗവാൻ ആ വരാഹമൂർത്തി ഇപ്രകാരം രസാതലത്തിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവന്ന ഭൂമിയെ ജലത്തിൽ ഉറപ്പിച്ചു. അങ്ങനെ ഭക്തന്മാരുടെ സങ്കടങ്ങളെ നിശേഷം നശിപ്പിക്കുന്ന ശ്രീഹരി അവിടെ തന്നെ മറയുകയും ചെയ്തു. അത് തന്നെയാണ് അപ്പോൾ ആ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്നുകൂടി നോക്കാം. ഏവം മുനിഭിः സ്തൂയമാനോ ഹരിः രസാതലാദാനീതാം പൃഥ്വീം അപ്സുന്യസ്യ സ്വശക്തിയ സ്ഥിരാം കൃത്വാ യയൗ. ഏവം ഹരിः കഥാം യഹ ശൃണുയാതി. ഇങ്ങനെ ഉള്ള ആ ഹരിയുടെ കഥ കേൾക്കുക. അത് അടുത്ത ശ്ലോകത്തിൽ വരുന്നതാണ്. അപ്പം ഇത് തന്നെ അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പം അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. യ ഏവമേതാം ഹരിമേധസോ ഹരേഃ കഥാം സുഭദ്രാം കഥനീയമായിനഃ ശൃണ്വീത ഭക്ത്യാ ശ്രവയേതവോഷതീം ജനാർദ്ദനോസ്യാശു ഹൃദി പ്രസീദതി. യ ഏവമേതാം ഹരിമേധസോ ഹരേഃ കഥാം സുഭദ്രാം കഥനീയമായിനഃ ശൃണ്വീത ഭക്ത്യാ ശ്രവയേതവോഷതീം ജനാർദ്ദനോസ്യാശു ഹൃദി പ്രസീദതി. ആ സംസാരത്തെ നശിപ്പിക്കുന്നവൻ, ഹരിമേധസാം സംസാരത്തെ നശിപ്പിക്കുന്നവനും കീർത്തിക്കത്തക്ക ആ മായാചരിതങ്ങൾ ഉള്ളവനും ആയിട്ടുള്ള ആ ശ്രീഹരിയുടെ മംഗളകരവും
അതുപോലെ സുന്ദരവും ആയിരിക്കുന്ന ഈ കഥ ആരാണോ ഇപ്രകാരം ഭക്തിയോടുകൂടി ശ്രവിക്കുകയോ അഥവാ ശ്രവിപ്പിക്കുകയോ ചെയ്യുന്നത് ഇവൻ്റെ ഹൃദയത്തിൽ ആ മഹാവിഷ്ണു ഉടനെ പ്രസാദിക്കുന്നു. അപ്പോൾ അതിലെ പദങ്ങൾ ഹരിമേധസഹ സംസാരം നശിപ്പിക്കുന്നവനും കഥനീയമായിനഹ കീർത്തിക്കത്തക്ക മായാചരിതങ്ങളുള്ളവനുമായിരിക്കുന്ന ഹരേഹെ ആ ശ്രീഹരിയുടെ സുഭദ്രാം മംഗളകരവും ഏതാം ഉശതീം കഥാം സുന്ദരവുമായിരിക്കുന്ന ഈ കഥ യഹ ആരാണോ ഏവം ഇപ്രകാരം ഭക്തിയോട് കൂടിയിട്ട് ശൃണ്വീത ശ്രവിക്കുകയോ ശ്രവയേത വാ അഥവാ ശ്രവിപ്പിക്കുകയോ ചെയ്യുന്നത് അസ്യ ഹൃദി ഇവൻ്റെ ഹൃദയത്തിൽ ജനാർദ്ദന ആ മഹാവിഷ്ണു ആശു ഉടനെ പ്രസീദതി പ്രസാദിക്കുന്നു. എന്നുകൂടി പറയാം. ഹരിമേധസഹ സംസാരം നശിപ്പിക്കുന്നവനും കഥനീയമായിനഹ കീർത്തിക്കത്തക്ക മായാചരിതങ്ങളുള്ളവനുമായ ഹരേഹെ ആ ശ്രീഹരിയുടെ സുഭദ്രാം മംഗളകരവും ഏതാം ഉശതീം കഥാം സുന്ദരവുമായിരിക്കുന്ന ഈ കഥ യഹ ആരാണോ ഏവം ഇപ്രകാരം ഭക്തിയോട് കൂടിയിട്ട് ശൃണ്വീത ശ്രവിക്കുകയോ ശ്രവയേത വാ അഥവാ ശ്രവിപ്പിക്കുകയോ ചെയ്യുന്നത് അസ്യ ഹൃദി ഇവൻ്റെ ഹൃദയത്തിൽ ജനാർദ്ദന ആ മഹാവിഷ്ണു ആശു ഉടനെ പ്രസീദതി പ്രസാദിക്കുന്നു. അപ്പോൾ സംസാരം നശിപ്പിക്കുന്നവരും കീർത്തിക്കത്തക്ക മായാചരിതങ്ങളുള്ളവരുമായിരിക്കുന്ന ആ ശ്രീഹരിയുടെ മംഗളകരവും സുന്ദരവുമായിരിക്കുന്ന ഈ കഥ ആരാണോ ഇപ്രകാരം ഭക്തിയോട് കൂടിയിട്ട് ശ്രവിപ്പിക്കുകയോ ചെയ്യുന്നത് ഇവൻ്റെ ഹൃദയത്തിൽ ആ മഹാവിഷ്ണു ഉടനെ പ്രസാദിക്കുന്നു. സംസാരം നശിപ്പിക്കുന്നവനും കീർത്തിക്കത്തക്ക മായാചരിതങ്ങളുള്ളവനുമായിരിക്കുന്ന ശ്രീഹരിയുടെ മംഗളകരവും സുന്ദരവുമായിരിക്കുന്ന ഈ കഥ ആരാണോ ഇപ്രകാരം ഭക്തിയോടുകൂടി ശ്രവിക്കുകയും ശ്രദ്ധയോടുകൂടി ശ്രവിപ്പിക്കുകയും ചെയ്യുന്നത് അവൻ്റെ ഹൃദയത്തിൽ ആ മഹാവിഷ്ണു ഉടനെ പ്രസാദിക്കുന്നു. യാതൊരാളെ സ്പർശിക്കുന്ന ബുദ്ധി സംസാരത്തെ നശിപ്പിക്കും. ആ സർവാരാധ്യനായിരിക്കുന്ന സർവേശ്വരൻ്റെ മംഗളപ്രദവും മനോഹരവുമായിരിക്കുന്ന ഈ ലീലയെ ഭക്തിപൂർവം കേൾപ്പിക്കുകയോ ചെയ്യുന്ന ആ ഭക്തൻ്റെ നേർക്ക് ഭഗവാൻ എന്നും പ്രസന്നനായിട്ട് തീരുന്നു. യാതൊരുവനിൽ സമർപ്പിച്ചിരിക്കുന്ന വിചാരശക്തി ആ സർവപാപങ്ങളെയും സംഹരിപ്പാൻ സമർത്ഥമോ യാതൊരുവൻ്റെ മായാവിലാസം കീർത്തിക്കുവാൻ തക്കതായ ആശ്ചര്യത്തിന് ഇരിപ്പിടം ആയിരിക്കുന്നുവോ ആ ശ്രീ ഭഗവാൻ സകല മംഗളങ്ങളെയും നൽകുന്നതിന് യോഗ്യതയുള്ള ഈ മനോഹര കഥയെ ഭക്തിപൂർവ്വം കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുന്നവൻ ആരായിരുന്നാലും അവൻ്റെ ഹൃദയത്തിൽ തൽക്ഷണം പ്രസാദിക്കും. അതിൻ്റെ വ്യാഖ്യാനം നോക്കാം നമുക്ക്. ഏവം ഹരേഹ കഥാം ഇപ്രകാരം ആ ഹരിയുടെ കഥയെ യഹ ശൃണുയാ ആരാണോ കേൾക്കുന്നത് ശ്രാവയെ കേൾപ്പിക്കുന്നത് വാ തസ്യ അവരിൽ ജനാർദ്ദനൻ ആശു പെട്ടെന്ന് തന്നെ പ്രസാദിക്കും. ഏവം ഹരേഹ കഥാം യ ശൃണുയാത് ശ്രാവയേത് വാ തസ്യ ജനാർദ്ദനഃ ആശു പ്രസീദതി. അപ്പോൾ അടുത്ത ശ്ലോകം 49-ാമത്തെ ശ്ലോകം നോക്കാം. തസ്മിൻ പ്രസന്നേ സകലാശിഷാം പ്രഭൗ കിം ദുർലഭം താഭിരലം ലവാത്മഭിഃ അനന്യദൃഷ്ട്യാ ഭജതാം ഗുഹാശയഃ സ്വയം വിധത്തെ സ്വഗതിം പരപരാം. തസ്മിൻ പ്രസന്നേ സകലാശിഷാം പ്രഭൗ കിം ദുർലഭം താഭിരലം ലവാത്മഭിഃ അനന്യദൃഷ്ട്യാ ഭജതാം ഗുഹാശയഃ സ്വയം വിധത്തെ സ്വഗതിം പരാം. സർവാഭീഷ്ടങ്ങളും ആ പ്രഭുവായ ആ ഭഗവാൻ പ്രസാദിച്ചാൽ ലഭിക്കാത്തത് ഒന്നും ഇല്ല. അങ്ങനെ അന്യചിന്തയെന്നിയെ ആ ഭഗവാനെ ഭജിക്കുന്നവർക്ക് ആ അന്തരംഗത്തിലിരിക്കുന്ന ആ പരമപുരുഷൻ വിശിഷ്ടമായിരിക്കുന്ന സദ്ഗതിയെ
താൻ തന്നെ നൽകുന്നു. നിസ്സാരങ്ങളായിരിക്കുന്ന മറ്റ് ചിലതുകൊണ്ട് ഒരു കാര്യവുമില്ല. മറ്റുള്ള വയിലുള്ള ആ ഭക്തി കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നർത്ഥം. ഭഗവാനുള്ള ഭക്തി മാത്രമാണ് ഏറ്റവും പ്രധാനം എന്നർത്ഥം. അതിലത്തെ പദങ്ങൾ നോക്കാം. സകലാശിഷാം, സർവാഭീഷ്ടങ്ങളുടെയും പ്രഭുവായ തസ്മിൻ, ആ ഭഗവാൻ, പ്രസന്നേ, പ്രസാദിച്ചാൽ, ദുർലഭം കിം, ലഭ്യമല്ലാത്തതെന്ത്, അനന്യദൃഷ്ട്യ, അന്യചിന്തയെന്നിയേ, ഭജതാം, ഭജിക്കുന്നവർക്ക്, ഗുഹാശേഹ, അന്തരംഗത്തിലിരിക്കുന്ന, പരഹ, ആ പരമപുരുഷൻ, പരാം, വിശിഷ്ടമായ, സ്വഗതിം, സദ്ഗതിയെ, സ്വയം വിധത്തെ, താൻ തന്നെ നൽകുന്നു. ആ സ്ഥിതിക്ക് ലവാത്മഭിഹി, നിസ്സാരങ്ങളായിരിക്കുന്ന, താഭിഹി, മറ്റു ചിലതുകൊണ്ട്, അലം, എന്തു കാര്യം. സകലാശിഷാം, സർവാഭീഷ്ടങ്ങളുടെയും പ്രഭുവായിരിക്കുന്ന, തസ്മിൻ, ആ ഭഗവാൻ, പ്രസന്നേ, പ്രസാദിച്ചാൽ, ദുർലഭം കിം, ലഭ്യമല്ലാത്തതെന്ത്, അനന്യദൃഷ്ട്യ, അന്യചിന്തയെന്നിയേ, ഭജതാം, ഭജിക്കുന്നവർക്ക്, ഗുഹാശയ, അന്തരംഗത്തിലിരിക്കുന്ന, പരഹ, ആ പരമപുരുഷൻ, പരാം, വിശിഷ്ടമായ, സ്വഗതിം, സദ്ഗതിയെ, വിധത്തെ, സ്വയം വിധത്തെ, താൻ തന്നെ നൽകുന്നു. ആ സ്ഥിതിക്ക് ലവാത്മഭിഹി, നിസ്സാരങ്ങളായിരിക്കുന്ന, താഭിഹി, മറ്റു ചിലതുകൊണ്ട്, അലം, എന്തു കാര്യം. അപ്പോൾ ഇതിലത്തെ അന്വയം നോക്കാം. സകലാശിഷാം പ്രഭൗ തസ്മിൻ പ്രസന്നേ, ദുർലഭം കിം, അനന്യദൃഷ്ട്യാ, ഭജതാം ഗുഹാശയ, പരഹ, പരാം, സ്വഗതിം, സ്വയം വിധത്തെ, ലവാത്മഭിഹി താഭിഹി, അലം. എന്നുകൂടി പറയാം. സകലാശിഷാം പ്രഭൗ തസ്മിൻ പ്രസന്നേ, ദുർലഭം കിം, അനന്യദൃഷ്ട്യാ, ഭജതാം ഗുഹാശയ, പരഹ, പരാം, സ്വഗതിം, സ്വയം വിധത്തെ, ലവാത്മഭിഹി താഭിഹി, അലം. അതായത് സർവാഭീഷ്ടങ്ങളുടെയും പ്രഭുവായിരിക്കുന്ന അല്ലയോ ഭഗവൻ, അങ്ങ് പ്രസാദിച്ചാൽ ലഭ്യമല്ലാത്തതെന്ത്, അന്യചിന്ത ഇല്ലാതെ ഭജിക്കുന്നവർക്ക് അന്തരംഗത്തിലിരിക്കുന്ന പരമപുരുഷൻ, വിശിഷ്ടമായിരിക്കുന്ന സദ്ഗതിയെ താൻ തന്നെ നൽകുന്നു. ആ സ്ഥിതിക്ക് നിസ്സാരങ്ങളായിരിക്കുന്ന മറ്റു ചിലവ കൊണ്ട് എന്ത് കാര്യമാണുള്ളത്. എന്നൂടി പറയാം. സർവാഭീഷ്ടങ്ങളുടെയും പ്രഭുവായിരിക്കുന്ന ആ ഭഗവാൻ പ്രസാദിച്ചാൽ ലഭ്യമല്ലാത്തതെന്ത്, അന്യചിന്ത എന്നിയേ, ഭജിക്കുന്നവർക്ക് അന്തരംഗത്തിലിരിക്കുന്ന പരമപുരുഷൻ, വിശിഷ്ടമായ സദ്ഗതിയെ താൻ തന്നെ കൊണ്ടുവന്ന് നൽകുന്നു. നിസ്സാരങ്ങളായിരിക്കുന്ന മറ്റു ചിലതുകൊണ്ട് എന്താണ് കാര്യം. സർവാഭീഷ്ടപ്രദനായിരിക്കുന്ന ഭഗവാൻ വിചാരിച്ചാൽ ദുർലഭമായിട്ട് എന്താണുള്ളത്. നിസ്സാരങ്ങളായിരിക്കുന്ന ലൗകിക കാര്യങ്ങൾ കൊണ്ട് എന്തു കാര്യം. ലൗകിക കാര്യങ്ങളെയാണ് നിസ്സാരങ്ങളായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നിസ്സാരങ്ങളായിരിക്കുന്ന ആ ലൗകിക കാര്യങ്ങൾ കൊണ്ട് എന്തു കാര്യം. മറ്റൊരാഗ്രഹവുമില്ലാതെ കേവല ആത്മകനായിരിക്കുന്ന അദ്ദേഹത്തെ ഭജിക്കുന്നവൻ ഭഗവാൻ സർവശ്രേഷ്ഠമായ ആ ശരീരത്തെ പോലും സ്വയം കൊടുക്കുന്നു. മറ്റൊരു ആഗ്രഹവുമില്ലാതെ കേവല പ്രേമാത്മകനായി അദ്ദേഹത്തെ ഭജിക്കുന്നവന് ഭഗവാൻ സർവശ്രേഷ്ഠമായ തൻ്റെ ശരീരത്തെ പോലും കൊടുക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ ആ പ്രസാദത്താൽ സിദ്ധിക്കുന്ന ഫലം എന്തെന്ന് കാണിക്കുന്നു. സകലങ്ങളായ ആഗ്രഹങ്ങളെയും സാധിപ്പിക്കുന്നതിന് സമർത്ഥനായ ആ ദേവൻ പ്രസാദിച്ചാൽ സിദ്ധിക്കാതെ ഇരിക്കുന്നതെന്തിരിക്കുന്നു. എന്നാലും തുച്ഛങ്ങളായിരിക്കുന്ന ആശകളെ ഫലിപ്പിക്കണമെന്നുള്ള ആ പ്രാർത്ഥനാബുദ്ധിയുള്ള ഒരുവൻ ആ ഭഗവാനെ നിർവ്യാജമായി ഭജിക്കയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒന്നിനെയും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഭജനം തന്നെ അല്ലയോ എന്ന് ശങ്കിക്കേണ്ട. യാതൊന്നും സങ്കല്പിക്കാതെ ഭജിക്കുന്നവരുടെ ഹൃദയഗുഹയിൽ വസിക്കുന്ന ആ ഭഗവാൻ പ്രാർത്ഥിക്കാതെ തന്നെ അവർക്ക് കൈവല്യത്തെ നൽകുന്നു. നാശരഹിതമായിരിക്കുന്ന പരമപുരുഷാർത്ഥം അനുഭവപ്പെടണമെങ്കിൽ തുച്ഛങ്ങളായിട്ടുള്ള വിഷയാഗ്രഹങ്ങൾ നശിപ്പിക്കണമെന്ന് സിദ്ധാന്തിക്കുന്നു. ഇവിടെ വ്യാഖ്യാനത്തിൽ പറയുന്നത് എന്താന്ന് നോക്കാം. തസ്മിൻ പ്രസന്നേ സതി കിം
ദുർലഭം. അങ്ങനെയുള്ള അവരിൽ ആ ഭഗവാൻ പ്രസന്നനായിത്തീരുന്നു. അതിദുർലഭമായിരിക്കുന്ന പ്രസാദം ലഭിക്കുന്നു. ഭഗവാൻ ഭജത, ഭഗവാനെ ഭജിച്ചാൽ സ്വഗതിം വിധത്തെ, സദ്ഗതിയെ ലഭിക്കുന്നു. ഭഗവാനെ ഭജിച്ചാൽ ആ സദ്ഗതി ലഭിക്കുന്നു. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. അവസാനത്തെ ശ്ലോകം 50. കോ നാമലോകേ പുരുഷാർത്ഥസാരവിത് പുരാകഥാനാം ഭഗവത്കഥാസുധാം ആപീയകർണാഞ്ജലിഭിർഭവാപഹാം അഹോ വിരജ്യേത വിനാനരേതരം. കോ നാമലോകേ പുരുഷാർത്ഥസാരവിത് പുരാകഥാനാം ഭഗവത്കഥാസുധാം ആപീയകർണാഞ്ജലിഭിർഭവാപഹാം അഹോ വിരജ്യേത വിനാനരേതരം. അങ്ങനെ ആ ലോകത്തിലെ മൃഗപ്രായരല്ലാത്തവരെ, ആ പുരുഷാർത്ഥങ്ങളുടെ സാരം ഗ്രഹിച്ച ഏതൊരാളാണോ ആ പുരാണ കഥകളിൽ ആ സംസാരതാപനാശകൻ ആയിരിക്കുന്ന ആ ഭഗവത് കഥയാകുന്ന അമൃതരസത്തെ ആ ചെവികളിലൂടെ കോരിക്കുടിച്ച് തൃപ്തനാകുന്നത്, ആർക്കും അതുകൊണ്ട് തൃപ്തി വരില്ല. അത്രയ്ക്കും അത് അമൃതം ആണ്. അഹോ ആശ്ചര്യം തന്നെ. കോ നാമ ലോകേ പുരുഷാർത്ഥസാരവിത്, ഈ ലോകത്തില് ആ പുരുഷാർത്ഥത്തിനായിട്ട് പരിശ്രമിച്ച ഈ പുരാണ കഥകളെ കേട്ട് ആ ഭഗവത് കഥാസുധയെ ആ കർണത്തിലെ ആപീയ കർണാഞ്ജലിഭിർഭവാപഹാം, കർണത്തിലൂടെ ഒഴുക്കിയിട്ട് ആ ഭവസമുദ്രത്തെ ഭവാപഹാമഹോ, ഭവസമുദ്രത്തെ ആരാണോ തരണം അവര് ഭവസമുദ്രത്തെ വിരജ്യെ തരണം ചെയ്യുന്നു. വിനാനരേതരം, വളരെ എളുപ്പം അവര് ആ ഭവസാഗരത്തെ തരണം ചെയ്യുന്നു. വളരെ ആശ്ചര്യം തന്നെ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിലത്തെ പദങ്ങൾ നോക്കാം. ലോകേ, ലോകത്തിൽ. നരേതരം വിനാ, മൃഗപ്രായരല്ലാത്തവർ. നരേതരം വിനാ, മൃഗപ്രായരല്ലാത്തവർ. പുരുഷാർത്ഥസാരവിൽ, പുരുഷാർത്ഥങ്ങളുടെ സാരം ഗ്രഹിച്ച. കഹ നാമ, ഏതൊരാളാണ്. പുരാ കഥാനാം, പുരാണകഥകളിൽ. ഭവാപഹാം, സംസാര താപനാശകം ആയ. ഭഗവത് കഥാസുധാം, ആ ഭാഗവത കഥയെ, ഭഗവത് കഥയാകുന്ന അമൃതരസത്തെ. കർണാഞ്ജലിഭി, ചെവിക്കുമ്പിളുകളിൽ കൂടി, ഉള്ളിലൂടെ, ചെവിക്കുമ്പിളുകളിലൂടെ. ആപീയ, കോരിക്കുടിച്ച്. വിരജ്യേത, തൃപ്തനാകുക. അഹോ ആശ്ചര്യം, ആശ്ചര്യമായിരിക്കുന്നു. ലോകേ, ലോകത്തിൽ. നരേതരം വിനാ, മൃഗപ്രായരല്ലാത്തവർ. പുരുഷാർത്ഥസാരവിത്, പുരുഷാർത്ഥങ്ങളുടെ സാരം ഗ്രഹിച്ച. ക നാമഹ, ഏതൊരാളാണ്. പുരാകഥാനാം, പുരാണകഥകളിൽ. ഭവാപഹാം, സംസാരതാപനാശകമായിരിക്കുന്ന. ഭഗവത് കഥാസുധാം, ഭഗവത് കഥയാകുന്ന ഭാഗവത കഥാമൃതരസത്തെ. കർണാഞ്ജലിഭി, ചെവിക്കുമ്പിളുകളിലൂടെ. ആപീയ, കോരിക്കുടിച്ച്. വിരജ്യേത, തൃപ്തനാകുക. അഹോ ആശ്ചര്യം തന്നെ. തന്വയം, ആ ലോകത്തിൽ ആ മൃഗപ്രായരല്ലാത്തവർ, ആ പുരുഷാർത്ഥങ്ങളുടെ സാരം ഗ്രഹിച്ച ഏതൊരാളാണ് ഈ പുരാണ കഥകളിൽ സംസാരതാപനാശകമായിരിക്കുന്ന ആ ഭാഗവത കഥയം ആകുന്ന അമൃതത്തെ കർണങ്ങളിൽ കൂടി കോരിക്കുടിച്ചിട്ട് അങ്ങനെ തൃപ്തനാകുക. ഇത് വളരെ ആശ്ചര്യം ആയിരിക്കുന്നു അർത്ഥം. അപ്പം ഭഗവത് പ്രസാദം സിദ്ധിച്ചാൽ എല്ലാം ലഭ്യമായി. സർവരുടെയും ഹൃദയകമലത്തിൽ വാണരുളുന്ന ഭഗവാൻ ഏകാഗ്രതയോടെ ധ്യാനിക്കുന്നവർക്ക് സർവാഭീഷ്ടങ്ങളും ഒടുവിൽ അതിവിശിഷ്ടമായിരിക്കുന്ന സദ്ഗതിയും പ്രദാനം ചെയ്യുന്നു. പുരുഷാർത്ഥങ്ങളെ സാധിപ്പിക്കുവാൻ പ്രാപ്തനായിരിക്കുന്നത് ആ ഭഗവാൻ മാത്രമാണെന്ന് മൃഗപ്രായരല്ലാത്ത സർവർക്കും അറിയാവുന്നതാണ്. അവർ ഭഗവത് കഥാമൃതത്തെ കർണപുടങ്ങളിലൂടെ പാനം ചെയ്ത് വിരക്തരായിത്തീർന്ന് പരമപദം പോകുന്നു. അഹോ ആശ്ചര്യം തന്നെ. പുരാണകഥകളിൽ സംസാരനാശകമായിരിക്കുന്ന ഭഗവാന്റെ ലീലാമൃതം ചെവികളാകുന്ന കൈക്കുമ്പിളിൽ പാനം ചെയ്യുവാൻ കഴിഞ്ഞാൽ വെറും മൃഗങ്ങളൊഴികെ വിവേകലേശം പോലും ഉള്ള ഏതൊരാളാണ് അതിൽ നിന്നും പിന്തിരിയുക. ധർമാർത്ഥകാമ മോക്ഷങ്ങളായിട്ടുള്ള 4 വിധ പുരുഷാർത്ഥങ്ങളെ ലഭിക്കുവാൻ ഈശ്വരകാരുണ്യം തന്നെ പരമകാരണമെന്ന് അറിഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരുവൻ മൃഗതുല്യനല്ലെന്ന് വരുന്ന പക്ഷം സകല സംസാര ക്ലേശങ്ങളെയും വേരോടെ നശിപ്പിച്ച് പരമാനന്ദത്തെ നൽകുന്നതായിരിക്കുന്ന ആ ഭഗവാന്റെ കഥയാകുന്ന അമൃതത്തെ ആ ശ്രോത്രപുടങ്ങൾ കൊണ്ട്
എത്ര തന്നെ പാനം ചെയ്താലും മതിയെന്ന് വിചാരിക്കുമോ? ഒരിക്കലും വിചാരിക്കില്ല. അഥവാ അങ്ങനെ ഒരുവന് തോന്നുന്ന പക്ഷം അവൻ അനന്തജന്മങ്ങളിൽ ചെയ്തതായിരിക്കുന്ന പാപത്തിൻ്റെ ഫലം അവനെ അവസ്ഥയിലേക്ക് കൊണ്ടുപോവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളണം. കഥാശ്രവണം ഭഗവത് പ്രസാദത്തിന് കാരണമായിരിക്കുന്നതിനാൽ സർവപുരുഷാർത്ഥത്തെയും നൽകുന്ന ഭഗവാന്റെ കഥകളെ നിരന്തരം ശ്രദ്ധയാ കേൾക്കണമെന്ന് സാരം. വൈകല്യത്തെ മാത്രം ഗ്രഹിപ്പാൻ തക്ക വിഷയ വൈരാഗ്യം സിദ്ധിക്കാത്ത സാമാന്യജനങ്ങൾക്ക് ത്രിവർഗത്തിൽ ധർമാർത്ഥകാമങ്ങളിൽ ആശയുണ്ടാവുന്ന പക്ഷം അതും ഭഗവത് പ്രസാദത്താൽ മാത്രമേ സിദ്ധിക്കുകയുള്ളൂ. സുവിരക്തനും അവിരക്തനും ഭഗവത് കഥാപരിശീലനം അത്യന്താപേക്ഷിതം ആണെന്ന് സാരം. ഇത്രയും ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വ്യാഖ്യാനം ഇമാം ഭവാപകാം, ഇപ്രകാരം ഈ ഭവാടവിയെ ഭഗവത് കഥാസുധാം, ഭഗവത് കഥയാകുന്ന സുധ കൊണ്ട് കർണാഞ്ജലിഭി, ആ കർണങ്ങളിലൂടെ പീത്വ കേട്ടിട്ട്, പശും വിന, ആ മൃഗപ്രായം വിട്ട് ആ വിവേകം വന്ന്, വിനാ കോ വിരമേ, അതിൽ രുചിയുള്ളവനായിട്ട് തീരുന്നു, അതിൽ തൃപ്തി വരാതിരിക്കുന്നു ആ ജനങ്ങൾക്ക്. ഇമാം ഭവാപഹാം ഭഗവത് കഥാസുധാം കർണാഞ്ജലിഭി പീത്വ പശും വിനാ കോ വിരമേ ാണ് ഇതിൽ പറയുന്നത്. ഇനി പ്രകാരം ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയസ്കന്ധേ വരാഹപ്രാദുർഭാവാനുവർണ്ണനേ ത്രയോദശോധ്യായഃ. പ്രകാരം ഭാഗവത മഹാപുരാണത്തിൻ്റെ തൃതീയ സ്കന്ധം, വരാഹമൂർത്തിയുടെ പ്രാദുർഭാവം, ആവിർഭാവം, അവതാരം, അതിൻ്റെ വർണ്ണനം കൊണ്ട് 13ാമത്തെ അധ്യായം ഇവിടെ 50 ശ്ലോകങ്ങളെ കൊണ്ട് ഇവിടെ അവസാനിക്കുന്നു. ഇത്രയും ഭാഗങ്ങൾ നല്ലപോലെ വായിക്കുക, പഠിക്കുക, വായിക്കാൻ പഠിക്കുക. എന്നിട്ട് നാളെ എല്ലാവരും അത് തെറ്റുകൂടാതെ വായിച്ച് ആ ഭാഗവത സമർപ്പണത്തിൽ സമർപ്പിക്കുക. അതിനുശേഷം അതിൻ്റെ അവലോകനം, അതുപോലെ ആശയങ്ങൾ, പിന്നീട് സംഗ്രഹം, പിന്നീട് ചോദ്യോത്തര പങ്ക്തി, തുടർന്ന് അടുത്ത ഭാഗങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തിട്ട് ആ ഭാഗവതത്തെ പരിചയിക്കുക, വേണ്ട പോലെ പരിചയിക്കുക, അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദം ആക്കി തീർക്കുക. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ.